ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഈറോഡ് ഈശ്വരൻ കോവിൽ സ്ട്രീറ്റ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള മണിക്കുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് തങ്കവേൽ ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പിലേക്കാണ്. മണിക്കുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള അഗർവാൾ സ്ട്രീറ്റിൻ്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇടതുഭാഗത്തേക്ക് ഒരു റോഡ് കട്ടാവുന്നുണ്ട്. ഈ ഒരു റോഡിന് നമ്മൾ നേരെ പോവാം. ഇത് ചൊക്കനാഥ് സ്ട്രീറ്റ് சொல்லுவாங்க. കണ്ടില്ല, എവിടെയൊക്കെ രാവിലെ തന്നെ ക്ലീനിങ്ങിന്റെ തിരക്കാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ കാണുന്ന ഡെഡ് എൻഡ് ലെഫ്റ്റ് അല്ലേ, ഇത് ലാസ്റ്റ് ഡെഡ് എൻഡ് இருக்குல்ல, அது அந்த கார் திரும்புதுல அது லெஃப்ட். இந்த இதுதான் நம்ம ஷாப். நம்ம கடைக்கு கஸ்டமர் തങ്കവേൽ ടെക്സ്റ്റൈൽസിന്റെ വീഡിയോ നമ്മൾ ഏകദേശം 2 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് ഹെൽപ്പായിട്ടുണ്ട്. ഇനിയും പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും നിലവിൽ കറന്റ് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടി ഇവരുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ പ്രോഡക്റ്റുകളും ഇവർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും കടയിലേക്ക് കയറിയിട്ട് ഓണറെ പരിചയപ്പെട്ടതിന് ശേഷം ഇവരുടെ പ്രോഡക്റ്റുകളൊക്കെ കാണാം. വണക്കം, എപ്പിടി ഇരിക്കേ? ഇതാണ് നമ്മളുടെ തങ്കവേൽ ടെക്സ്റ്റൈൽസിന്റെ ഓണർ. பிஸியா இருக்கா? எப்படி இருக்கு? எப்படி இருக்கு? நல்லா இருக்கா? நல்லா இருக்கா. வணக்கம். ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ പുതുതായിട്ടുള്ള വീഡിയോ ആണല്ലോ, പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും. புதுசா நிறைய ரகம் போட்டுருக்குது. பாவாடையில ஆல்டர் பண்ணிருக்குது. ஆல்டர் பண்ணியாச்சுല്ലേ? நிறைய ஆல்டர் பண்ணிருக்குது. മെയിൻ ആയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് സ്കേർട്ടുകളാണ് അല്ലേ? സ്കേർട്ട്, നൈറ്റി, அப்புறம் ലുങ്കി. ഓക്കെ. அதுக்கப்புறம் கேரளா ஐட்டம்லாம் பண்ணுது. ബാക്കിയൊക്കെ കുറച്ച് ട്രേഡിംഗ് ഐറ്റം ഉണ്ട്. ട്രേഡിംഗ് ഐറ്റം ഉണ്ട്. നമുക്ക് എന്തായാലും നിങ്ങളൊന്ന് പേരൊന്ന് പറഞ്ഞു കൊടുക്കേ. തങ്കവേൽ ടെക്സ്റ്റൈൽ. അതാ കടയുടെ പേരല്ലേ? ഞാൻ വഴി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. സ്ഥലത്തിന്റെ പേര് വെങ്കടാചലം സ്ട്രീറ്റ്, ചെങ്കോട് വീതി. വെങ്കടാചലപതി സ്ട്രീറ്റ്, വെങ്കടാചലം സ്ട്രീറ്റ്, ഡെഡ് എൻഡ് ആൻഡ് ചെങ്കോട് സ്ട്രീറ്റ്. ഓക്കെ. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അല്ലേ? 2.5 കിലോമീറ്റർ. ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.5. ഞാൻ എന്തായാലും നിങ്ങളുടെ ലൊക്കേഷനും അതുപോലെ തന്നെ നമ്പറൊക്കെ താഴ്ത്തു കൊടുക്കാം. നമ്മളെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വെളിയ നാട്ടില് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഈ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ കറന്റ്? ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ചെയ്യുന്നത്? ദുബായ് ആൻഡ് സൗദി അറേബ്യ, ഇലങ്കൈ, ബർമയിലേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എക്സ്പോർട്ടിന് ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നാട്ടിലൊക്കെ ഹോൾസെയിൽ ബിസിനസ്സും പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇവര് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരൊരു മാനുഫാക്ചർ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കാണാം അല്ലേ? അവര് കാണിച്ചു തരും. ഓക്കെ, താങ്ക്സ്. നമ്മളപ്പോ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് സ്കേർട്ട് ആണ് അല്ലേ? സ്കേർട്ടാണ് തങ്കവേൽ ടെക്സ്റ്റൈൽസ് മെയിൻ ആയിട്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ. ஸ்கர்ட், அது காவி முண்டு இருக்குது, கலர் முண்டு இருக்குது. ஓகே. அதுல பாத்தீங்கன்னா மெயின் வந்து நம்ம நைட்டி ப்ரொடக்ஷனும் பண்ணுது. ஓகே. இப்போ ஸ்கர்ட்ல எத்தனை வெரைட்டிஸ் ഉണ്ട്? ஸ்கர்ட்ல பாத்தீங்கன்னா உங்களுக்கு காணிச்சு தரேன். இப்போ இது பாத்தீங்கன்னா இது வந்து நம்ம செஞ்சுரின்னு ஒரு குவாலிட்டி. செஞ்சுரி இது வந்து ப்ளைன் மாடல். ப்ளைன் ஆனല്ലേ? இது வந்து நம்ம കേരളക്ക് പ്ലെയിൻ ഇഷ്ടപ്പെടും. நிறைய പാർട്ടികൾക്ക് പ്ലെയിൻ പാവാട தான் அதிகமா പോകും. ഓക്കേ. ഇതൊക്കെ ഫ്രീ സൈസ് അല്ല, ഒറ്റ സൈസ് അല്ല. 7 പാർട്ട് ഒരു സൈസ് ഉണ്ട്. പിന്നെ ഇതിലേ வந்து இன்னொரு നെക്സ്റ്റ് സൈസ് പാത്തീங்கன்னா 8 പാർട്ട്. 8 സൈസും മാനുഫാക്ചറിംഗ്. ഓക്കേ. രണ്ട് സൈസ് ആണ് ഈ പ്ലെയിനിൽ വരുന്നത് അല്ലേ? എല്ലാത്തിലും രണ്ട് സൈസ് ആണ് വരുന്നത്. ஆமா. ஓகே. இது 7 പാർട്ട് 8 പാർട്ട് ചില സൈസ് வந்து 6 പാർട്ട് കേക്കും അതും ഉണ്ടാக்குது நாம. ஓகே. പിന്നെ വേറെ ഐറ്റം இந்த ஒரு மாடல் பாத்தீங்கன்னா இது பாருங்க, ഈ ടൈപ്പ് സിഗ്സാഗ് വർക്ക് இருக்கு. എന്ത് വർക്കാണ് ഇത്? സിഗ്സാഗ്. ഓക്കേ. ഇത് 6 പാർട്ട് 7 പാർട്ട് 8 പാർട്ട് 3 സൈസും ഉണ്ടാക്കും. 6 പാർട്ട് 7 പാർട്ട് 8 പാർട്ട് അങ്ങനെ 3 സൈസ് വരും. ഓക്കേ. ഇതിലൊക്കെ ഒരു ഐറ്റത്തിൽ എത്ര കളർ വരെ കിട്ടും? ഇത് வந்து ஒரு அதாவது அப்ராக்ஸிமேட்டா ஒரு பண்டலுக்கு வந்து 30 கலர்ஸ் நம்ம பேக் பண்ணி வச்சிருக்கோம். ஓ, இങ്ങനെ 30 கலர்ஸ் பண்டல் பண்ணி வச்சிருக்கோம். சில பார்ட்டிகளுக்கு வந்து Black கலர் செப்பரேட்டா வேணும், cream கலர் செப்பரேட்டா வேணும்னு கேக்கும். அது செப்பரேட் ஆயிட்டு நம்ம கொடுக்கிறோம். அது 30 பீஸ் ஐட்டம் வேணா கொடுத்துக்கலாம். பட் கம்பல்சரி 100 பீஸ் மினிமம் எடுக்கணும். அது நம்ம வந்து இவட வந்து டிரான்ஸ்போர்ட் புக் பண்ணும்போது உங்களுக்கு வந்து காஸ்ட் அதிகமாகும்ல. அப்ப மினிமம் வந்து ஒரு 100 to 200 பீஸ் மினிமம் புக் பண்ணும்போது உங்களுக்கு காஸ்ட் கம்மியாகும். அப்ப வந்து டிரான்ஸ்போர்ட்டேஷனுக்கு உங்களுக்கு ஹோல்சேல் റേറ്റ് വൈസ് உங்களுக்கு അതാ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് മാനുഫാക്ചറിംഗ് റേറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കണം. மினிமம் வந்து ஒரு 100 பீஸ் பண்ணாதான் உங்களுக்கு வந்து காஸ்ட் கம்மியாகும். இவட இருந்து உங்களுக்கு கேரளா இருந்து எத்தும்போது ஒரு டிரான்ஸ்போர்ட் 400 ரூபாய் வரும். அப்ப வந்து ஒரு பீஸுக்கு வந்து உங்களுக்கு வந்து 100 பீஸுக்கு 4 ரூபாய் சார்ஜ் ஆயிரும். இப்போ 300 பீஸ் வாங்கும்போது 1 ரூபாய் தான் சார்ஜ் ஆகும். கரெக்ட். நமக்கு குவாண்டிட்டி அதிகமா எடுக்கும்போது காஸ்ட் கம்மியாகும், செலவு கம்மியாகும். ஓகே, கரெக்ட்.
പിന്നെ അടുത്ത വേറൊരു ഇത് ഫ്രില്ലുള്ള ടൈപ്പ് ആണ്. ഇത് ഫ്രില്ലുള്ള ടൈപ്പ്. ഇത് வந்து பாப்லைன் பட்டர்ஃப்ளைன்னு ஒரு ஐட்டம். പോപ്ലിൻ അല്ലേ? பாப்லைன். ഇതും എത്ര സൈസ് വരുന്നുണ്ട്? ഇത് வந்து நம்ம 7 പാർട്ട് 8 പാർട്ട് രണ്ട് സൈസ് ഉണ്ടാക്കും. 7 പാർട്ട് 8 പാർട്ട്. ഓക്കേ ഓക്കേ. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഇത് பாத்தீங்கன்னா இது ഫ്രില്ലുള്ള ടൈപ്പ് ആണ് അല്ലേ? இது வந்து ஃப்ரில் உள்ளதான். இது சந்திரமுகின்னு. சந்திரமுகி. அந்த இது வந்து பாத்தீங்கன்னா சந்திரமுகி மீன்ஸ் அது இது வந்து கிளாத் வந்து வேற கிளாத்ங்க. நம்ம செஞ்சுரி காமிச்சோம் இல்லையா? அதுலயே வந்து இது நெக்ஸ்ட் அதுக்கு அடுத்த குவாலிட்டி. ഓക്കേ ഓക്കേ. ഇത് ക്ലോത്ത് ഒക്കെ നല്ലതായിരിക്കും അല്ലേ? இது ஒன்னும் கம்ப்ளைண்ட் வர കളർ ഒന്നും പോയില്ലല്ലോ. கலர் ஒன்னும் கம்ப்ளைண்ட் வராது. ஓகே ஓகே. கிளாத் வைஸ் பாத்தீங்கன்னா நீங்க செஞ்சுரி கொஞ்சம் ஹெவி மெட்டீரியல். இது வந்து அதுக்கு அடுத்த குவாலிட்டி பிரைஸ் கோசம் ரேட் கம்மியா கொடுக்குறோம். ஓகே ஓகே ஓகே. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഏതാണ്? அதுலயே பாத்தீங்கன்னா ഈ ടൈപ്പ് എംബ്രോയിഡിംഗ് വർക്ക് കേക്കും. എംബ്രോയിഡിംഗ് ഇത് பாத்தீங்கன்னா എംബ്രോയിഡിംഗ് വർക്ക് நம்ம வந்து தமிழ்நாடு பார்ட்டிக்கெல்லாம் எம்ப்ராய்டிங் வர்க் நிறைய போகும். இது தமிழ்நாட்டிലാണ് തോന്നുന്നു. தமிழ்நாடு போகுது, கேரளாவும் போகுது. இது நல்லா இருக்கும் எம்ப்ராய்டிங் வர்க். ஓகே. പിന്നെ அதுலயே வந்து இது பாத்தீங்கன்னா സെഞ്ചുറിയിലെ ഫ്രിൽ ഉള്ളത്. സെഞ്ചുറിയിൽ ഫ്രിൽ ഉള്ളത്. സെഞ്ചുറി ആണ് കുറച്ചുകൂടി ഹെവി ക്ലോത്ത് ഹെവി മെറ്റീരിയലുங்க. இப்போ வந்து காஸ்ட் வைஸ் பாக்கும்போது செஞ்சுரி வந்து குவாலிட்டி நல்லா இருக்கும், பிரைஸும் வந்து உங்களுக்கு பெஸ்டா இருக்கும். பெஸ்ட் ஆയിരിക്കും அല്ലേ? ஓகே ஓகே. அது பாத்தீங்கன்னா இப்போ நம்ம பட்டர்ஃப்ளை காமிச்சோம் இல்லையா? பட்டர்ஃப்ளைலயே இது வந்து பாத்தீங்கன்னா இது வந்து எம்ப்ராய்டரி வர்க். എംബ്രോയിഡറി இதுல வந்து 6 பார்ட் 7 பார்ட் 8 பார்ட் மூணு சைஸுமே ഉണ്ടാக்குறோம். ഓക്കേ ഓക്കേ. ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ്. இது நல்ல லைட் வெயிட் மெட்டீரியல். இது நல்லா இருக்கும். இது வந்து saree மேட்சிங் கொஞ்சம் நல்ல ஹை குவாலிட்டி. ஓகே. கஸ்டமருக்கு வந்து ரீட்ടെയിൽ കസ്റ്റമർക്കെല്ലാം നല്ല സൂപ്പറാ இருக்கும் மெட்டீரியல். ഓക്കേ ഓക്കേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിൽ ഇവർ ചെയ്യുന്നുണ്ട്. ചാന്ദിനി. ഇത് ചാന്ദിനിங்கிறது ஈரோடு பாப்லைன். ஈரோடு பாப்லைன் ஆனല്ലേ? இன்னும் கொஞ்சம் கனம் ஜாஸ்தியா இருக்கும், நல்லா இருக்கும். കംപ്ലീറ്റ് ഓവർലാക്ക് സ്റ്റിച്ചിങ്. ഇത് ചാന്ദിനിങ്. ഇതിലെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് അല്ലേ? കംപ്ലീറ്റ് ഓവർലാക്ക് വരും. ഓക്കേ ഓക്കേ ഓക്കേ. അതിൽ പാത്തീங்கன்னா ഇത് വേറെ ഐറ്റം ആണ് അല്ലേ? ഇത് നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. അത് வந்து ഇത് வந்து இப்போ வந்து സ്വിസ് காட்டன் ഉള്ളിലെ ചീപ്പർ ഐറ്റം പാളിഷ് മെറ്റീരിയൽ. ഇത് കുറച്ചും കൂടി വില കുറഞ്ഞ ഐറ്റം ആണ്. പോളിഷ്ഡ് ആണ്. നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ കോട്ടൺ ആണ്. ഇത് வந்து ഉള്ളിലെ ചീപ്പർ സ്റ്റാർട്ടിംഗ് ரேட். இது பேசிக் ரேஞ்ச். இது நல்லா இருக்கும். அதாவது இது வந்து குவாண்டிட்டியா சில பேர் வந்து இந்த ஸ்டால் பிசினஸ் உள்ளவங்களுக்கு அதுங்களுக்கெல்லாம் நல்லா പോകും. വില കുറഞ്ഞ് ചോദിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ பாத்தீங்கன்னா ஒரு பண்டலுக்கு 30 கலர்ஸ் வருங்க. ഓക്കേ. 30 കലർ വരും ബണ്ടൽ. ഓക്കേ ഓക്കേ. ഇങ്ങനെയാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് കേട്ടോ. 30 കളേഴ്സ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് മാത്രമാണ് വേണ്ടെങ്കിൽ ബ്ലാക്ക് മാത്രം എടുക്കാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ഇവർ ചെയ്യുന്നുണ്ട്. ഒരു ഡിസൈൻ. ஓகே. இது ஸ்மோக் வர்க்னு சொல்லுவாங்க. ஸ்மோக் வர்க்ல. ஓகே ஓகே. இது டைப். இதுல வந்து இது பாத்தீங்கன்னா ரெண்டு மாடல் இருக்கு. இது வந்து இந்த மாதிரி ஆப்போசிட் நூல், இன்னொன்னு வந்து மேட்சிங் த்ரெட். ரெண்டு டைப்பும் ഉണ്ടാക്കും. இது ரெண்டு இது கஸ்டமர் எப்படி கேக்குறாங்களோ அது மாதிரி ரெடி பண்ணி கொடுப்போம். ശരി ശരി. നിങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ? ഇവിടെ 2 കിലോമീറ്റർ മാണിക്യംപാളയത്തിൽ ഇருக்கு. ഇതാണ് മാർക്കറ്റ്. അതുകൊണ്ടാണ് ഇവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് പിന്നെ ഈശ്വരൻ കോവിൽ സ്ട്രീറ്റിൽ ഇട്ടത്. മറ്റേത് കുറച്ച് ഇവിടുന്ന് വിട്ടിട്ടാണ്. അപ്പോൾ കസ്റ്റമർക്ക് എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് എന്തായാലും മുകളിലേക്ക് പോയിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ? പിന്നെ ഇവിടെ പിന്നെ ധോത്തീസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇത് வந்து நம்ம பண்ணிட்டு இருக்கோம். ധോത്തീസ് ഒക്കെ എല്ലാ റേഞ്ചസും അവൈലബിൾ ആണ്. എല്ലാ റേഞ്ചസും இருக்கு. இப்போ வந்து பாத்தீங்கன்னா കച്ചവടക്കാരെല്ലാം ബേസിക് റേഞ്ച് എല്ലാ റേഞ്ചിലും ഇருக்கு. ഓക്കേ. പിന്നെ ദാ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നമ്മുടെ കാവി അതുപോലെ തന്നെ ഇങ്ങനെ കളർ ലുങ്കീസ് എല്ലാം അവൈലബിൾ ആണ്. സ്വാമി ധോത്തീസ് ഇതാ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ പല റേഞ്ചസിലുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ദാ ഇതൊക്കെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് റേറ്റിൽ കിട്ടില്ലേ കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇതൊക്കെ മാനുഫാക്ചറിങ് റേറ്റിൽ കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? இதெல்லாம் வந்து பாத்தீங்கன்னா கலர் முண்ட் எல்லாமே வந்து உங்களுக்கு செலக்ஷன்ஸ் நிறைய இருக்கும். இப்போ வந்து ஒரு மேனுஃபேக்சரிங்னா ஒரு ஐட்டம் தான் உண்டாக்கிட்டு இருக்கோம். இதுல பாத்தீங்கன்னா நம்மளுக்கு வந்து வெரைட்டிஸ் நிறைய கொடுக்க முடியும். மல்டி கலர்ஸ் ட்ரேடர்ஸ் ஆகும்போது இதெல்லாம் இவ்வளவு வெரைட்டி கொடுக்க முடியும். ட்ரேடர்ஸ் ஓகே ஓகே. നിങ്ങൾ എല്ലാ ഐറ്റവും മാനുഫാക്ചർ தான் കൊടുக்க முடியும். ஒரு തരിക്കാർ வந்து ஏதോ ஒரு டிசைன் தான் ഉണ്ടാക്കുவாங்க. ഓക്കേ. ഇതുണ്ടല്ലേ ഇങ്ങനെയുള്ള ചെക്ക് ലുങ്കീസ് അവൈലബിൾ ആണ്. ഈ ഐറ്റം എല്ലാം നമ്മളത് ഓൺ മാനുഫാക്ചറിംഗ് സാർ. ഓക്കേ. ഈ ഐറ്റം ഇത് வந்து நம்ம கிரே எடுத்து നമ്മളെ டை பண்ணி பிரிண்ட் அடிச்சு നമ്മളെ கொடுக்குறோம் கஸ்டமருக்கு. இது அரபிக்னா நம்ம ஓன் பிராண்டா போட்டு நம்ம சேல் பண்ணிட்டு இருக்கோம். இதுல வந்து பாத்தீங்கன்னா கலர்ஸ் பாருங்க 30 கலர்ஸ் இருக்கு. ஓகே ஓகே. 30 கலர்ஸ் இருக்கு. அதுல வந்து ஒயிட் கலர்ஸ் வேணா ஒயிட் செப்பரேட்டா இருக்கு. സെപ്പറേറ്റ് ஒயிட் இருக்கு. ഓക്കേ ഓക്കേ. അറബിക്ന്. ഇതാണ് ഇതിന്റെ കെട്ട് വരുന്നത് അല്ലേ? ഇതല്ലേ ഇതിന്റെ കളറിന് കെട്ട് വരുന്നത്? കളറിന് കെട്ട് ഇങ്ങനെ കെട്ട് വരും. സിംഗിൾ പീസ് പാക്ക് ആയി വരും. പിന്നെ ഇതാ ഇങ്ങനെ നമ്മളെ കാവി ലുങ്കി ഉണ്ട്. കാവി ലുങ്കി തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റി വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കുപ്പാട പൊട്ടത് ഇതെല്ലാം பாத்தீங்கன்னா ஹெவி ஆனல. ஓகே. சூப்பர் மெட்டீரியலா இருக்கும். ஓகே ஓகே. அதுல பாத்தீங்கன்னா காந்தி காவின்னு ஒரு ஐட்டம் இருக்கு. காந்தி காவி. ஓகே. இது வந்து உங்களுக்கு வந்து சொசைட்டி காவின் போல இருக்கும். சொசைட்டி காவி. இது കുറച്ചും കൂടിയും ഹെവി ആണ് അല്ലേ? കാവിൻ പറയുന്നില്ല ആ ടൈപ്പിൽ இருக்கும். കണ്ണൂർ കാവി. ഓക്കേ ഓക്കേ റൈറ്റ്. പിന്നെ ഇത് കളർ മുണ്ട് பாத்தீங்கன்னா டார்க் கலர்ஸ் ഈ ടൈപ്പെല്ലാം இருக்கு பாருங்க. ഇത് പുതിയ ടൈപ്പ്. ഇതില്ലേ? ഓക്കേ ഓക്കേ. ഡാർക്കും ലൈറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ പിന്നെ ചെക്സിൽ വരുന്ന ലൈറ്റ്, പിന്നെ ഇതാണെങ്കിൽ പ്ലെയിനിൽ വരുന്ന ലൈറ്റ്,
പിന്നെ ഇതാ നമ്മുടെ ക്രീം കളറ്, വൈറ്റ് പ്ലെയിന്, വൈറ്റ് ചെക്സ്, കൈത്തറി ടൈപ്പ് അല്ലേ, നല്ല പോകില്ലേ? കേരളത്തിൽ നല്ല മൂവിങ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇതാ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല നല്ല ചാർട്ടില്ല, അതായത് നല്ല ലുങ്കീസ് ആണേ. ഓക്കെ, അതായത് കണ്ടോ സ്പ്രേ കളറിൽ വരുന്നത്. പിന്നെ ഇത് എങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ലുങ്കികൾ ഇതാ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും മൾട്ടി കളറിലുള്ള ഒരുപാട് ലുങ്കികളുണ്ട്. വൈറ്റ് ചെക്സ് ഉണ്ട്. വൈറ്റ് ചെക്സ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. വൈറ്റ് ചെക്സിൽ ഒരേ ഒരു ക്വാളിറ്റി தான். ஒயிட் செக்ஸ் அந்த ஒரே குவாலிட்டி தான் சார். இது வந்து நம்ம இந்த அரபிக்குன்னு உண்டாக்குறோம் இல்லைங்களா, அந்த அரபிக்குங்கிறது பார்த்தீங்கன்னா உங்களுக்கு வந்து அது ஃபர்ஸ்ட் ஒரே மெட்டீரியல் தான். ஓகே ஓகே. இது இப்போ ஜாஸ்தி மூவிங் இல்லைல்ல, இது வந்து ரெகுலராக போகும் சார். இது பிரிண்ட் வந்து இப்போ குறவாயிடுச்சு. இப்போல்லாம் இந்த கலர் முண்டு அதிகமாக போகிறதுனால பிரிண்ட் லுங்கி கொஞ்சம் இப்போ சேல் കമ്മി. ഓക്കെ ഓക്കെ. ഇനി എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകല്ലേ, മുകളിൽ പോയിട്ട് അവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെ പിന്നെ കേരളത്തിലെ കറന്റ് ഒരുപാട് പാർട്ടീസ് ഇവിടെ வந்துட்டு இருக்காங்க. ஒன்ஸ் வாங்கினாங்கன்னா ரிப்பீட்டட் ஆர்டர் வருது, ஃபோனில் விളിக்குது, ஃபோனில் வந்து நம்ம புக் ആക്കി വിടുது കസ്റ്റമർക്ക്. ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തങ്കവേൽ ടെക്സ്റ്റൈൽസിനെ സമീപിക്കാം. ഇവരുടെ ലൊക്കേഷനും അഡ്രസ്സും നമ്പറൊക്കെ ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഇവരുടെ മറ്റ് ഫ്ലോറിലുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ തങ്കവേൽ ടെക്സ്റ്റൈൽസിൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള നൈറ്റീസും അവൈലബിൾ ആണ്. ഇത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസുള്ള നൈറ്റീസ്. ഇതൊക്കെ നിങ്ങൾ കസ്റ്റമേഴ്സിന് ഓൺലൈനിൽ പ്രോഡക്റ്റ് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ കാറ്റലോഗ് അയച്ചു കൊടുക്കാനൊക്കെ പറ്റുമോ? ഇല്ലല്ലേ, ഡയറക്റ്റ് നേരിൽ இது எல்லாமே ஓன் ஹோல்சேல் இல்ல, அது ஆகும்போது இது வந்து எல்லாமே குவாண்டிட்டி ஆயிட்டு சேல் ஆகும். அவங்க வந்து பரையும்போது ஆ டிசைன் இருக்காது, நெக்ஸ்ட் டிசைன் வந்துரும். നേരിൽ വന്നാ பார்த்து நல்லா இருக்கும், பார்த்து செலக்ഷൻ பண்ணா பெஸ்டா இருக்கும். ഓക്കെ. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നൈറ്റി பொறுத்த வரைக்கும் டிசைன் மாறிட்டே இருக்கும். ஒன்ஸ் டிசைன் செலக்ஷன் ஆச்சு, நெக்ஸ்ட் டிசைன் ரிப்பீட் ஆகாது, வேற டிசைன் வரும். സ്കേർട്ട് ഓൺലൈനിൽ ഓപ്പൺ ഓർഡർ பண்ணிக்கலாம், കുഴപ്പമില്ല. സ്കേർട്ട് பொறுத்த வரைக்கும் റെഗുലർ മോഡൽ தான். ഓക്കെ ഓക്കെ ശരി. അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം. ഇത് കണ്ടോ, സ്കേർട്ടൊക്കെ സ്റ്റെയറിൽ അട്ടിട്ടതാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ പോവാണ്. ഇത് അവിടെ മൊത്തം സ്കേർട്ടുകളാണ്, നടക്കാൻ സ്ഥലമല്ല. കണ്ടോ, ഒരുപാട് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട്. എന്താ അത് ക്രീം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്രീം വൈറ്റിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ബണ്ടിൽസ് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇത് മൊത്തം സ്കേർട്ടാണ്, സ്കേർട്ടിൻ്റെ മാനുഫാക്ചറാണ്. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ അത്രയും ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. പിന്നെ അത് ആ സൈഡിൽ പിന്നെ ബ്ലാക്കിൻ്റെ സെപ്പറേറ്റ്, പിന്നെ ഇവിടുത്തെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ക്രീം വൈറ്റ്, പിന്നെ അടിയിൽ ഇതൊക്കെ സ്കേർട്ടുകൾ തന്നെയാണ്. പല കളേഴ്സിലും വരുന്ന സ്കേർട്ടുകൾ, പല ക്വാളിറ്റി, പല ഡിസൈനിൽ. നമ്മൾ നേരത്തെ ഇതിൻ്റെ മോഡലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അണ്ടർ സ്കേർട്ടിൻ്റെ സ്റ്റോക്കാണ്. അതായത് നിങ്ങൾ നാട്ടിൽ ഒരു ഹോൾസെയിൽ സ്ഥാപനമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറൻ്റ്ലി ഹോൾസെയിൽ സ്ഥാപനം ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സ്യൂട്ടബിൾ പിന്നെ മാനുഫാക്ചറാണ് തങ്കവേൽ ടെക്സ്റ്റൈൽസ്. ഇത് കണ്ടോ, ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ താഴത്തുനിന്ന് കാണിച്ചല്ലോ, നൈറ്റീസിൻ്റെ വെറൈറ്റിയാണ്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ്. പിന്നെ ഇതൊക്കെ സ്കേർട്ടിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റോക്കാണ്. ഞാനതാണ് റിപ്പീറ്റ് പ്രോഡക്റ്റ് എടുത്ത് കാണിക്കാത്തത്. നമ്മൾ ഏകദേശമൊക്കെ മോഡലും താഴത്തുനിന്ന് സാമ്പിൾ കാണിച്ചല്ലോ. നമ്മൾ നാളെ താഴത്തുനിന്ന് കാണിച്ചത് ജസ്റ്റ് സാമ്പിൾസ് മാത്രമാണ്. ഇവരുടെ സ്റ്റോക്ക് കപ്പാസിറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിലും ഇവർക്ക് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഈ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്കും ഇവരുടെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നമ്മുടെ കപ്പാസിറ്റി കസ്റ്റമർ പാക്കണം. കറക്റ്റ്. സ്ഥലമില്ലായിട്ട് സ്റ്റെപ്പിലൊക്കെ അട്ടിട്ട് വെച്ചാണ്. സാമ്പിൾ നമ്മൾ താഴത്തുനിന്ന് കാണിച്ചിട്ടുണ്ടേ. പിന്നെ ഇതാ തോർത്തുമുണ്ടിൽ ചുട്ടിക്കര, പിന്നെ കളർക്കള്ളി, പിന്നെ പ്ലെയിൻ കളറിൽ പ്ലെയിന്, ഇങ്ങനെയുള്ള ചെക്സ്, ഇതൊക്കെ തോർത്തിൻ്റെ സ്റ്റോക്കുകളാണ്. ഇത് കവറിട്ട് വെച്ച് കംപ്ലീറ്റ് വൈറ്റ് ആണ്. എന്തായാലും പൊടീനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവർ കവറിൽ ഇട്ട് വെച്ചത്. പിന്നെ ഇത് ഷോള്, പിന്നെ ഇതൊക്കെ പാർട്ടി ഷോള്, ഇതൊക്കെ സ്കേർട്ട് തന്നെ. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലുങ്കി, ഇത് ലുങ്കീൻ്റെ ഏരിയ ആണ്. ഇത് പ്രീമിയം കളർ മുണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല മൂവിങ് ലൈറ്റാണ്. കളർ മുണ്ടുകൾ നമുക്ക് എന്താ പറയുക, മോഡലൊന്നും എഫക്റ്റ് ചെയ്യാത്ത കാറ്റഗറീസ് ഓഫ് പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ കാവി ലുങ്കിയൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഇവരുടെ കയ്യിൽ സാധനങ്ങളുണ്ട്. അതൊക്കെ കാവ്യമുണ്ടിൻ്റെ സ്റ്റോക്കാണ്.
പിന്നെ ഇതാ കളറിൻ്റെ അറബിക് നമ്മൾ താഴത്തുനിന്ന് കാണിച്ച അറബിക് കളർ കള്ളി. പിന്നെ ഇതാ ഇങ്ങനെയുള്ള ഇതെന്ത് കള്ളിയാണ്? ഇതിനെന്താ പറയുക? ചെക്ക് കള്ളി. ഇത് പോകും 2 മീറ്റർ 2 ടൈം കട്ടിങ്. ഇതും മാനുഫാക്ചറിങ് നമ്മൾ. ഓക്കെ ഓക്കെ. അതിന് നമ്മൾ വേറെന്തൊരു പേര് പറയായിരുന്നല്ലേ? ഇത് 304 ഒരു ഐറ്റം ഉണ്ട്, പിന്നെ 606 ഒരു ഐറ്റം ഇருக்கு നമ്മൾക്കിட்ட. ഇതൊക്കെ ലുങ്കിൻ്റെ പല വെറൈറ്റീസാണ്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ഉണ്ട്. ഇതൊക്കെ ഇവർ പിന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അഴുക്കാവുന്നതിനാണ്. ഇത് കണ്ടോ, ഇത് മൊത്തം ലുങ്കീൻ്റെ സ്റ്റോക്കുകളാണ്. പിന്നെ ഇവിടെ ടവൽസ്, പിന്നെ ഇതും ലുങ്കി. ഇതൊക്കെ സിംഗിൾ ലുങ്കി അല്ല, സോറി, ധോത്തീസ്, വൈറ്റ് ധോത്തീസ്. പിന്നെ ഇതൊക്കെ തോർത്തുമുണ്ടാണ് അല്ലേ? ടവൽസ്. ഇതൊക്കെ ടവൽസിൻ്റെ സ്റ്റോക്സ് ആണ്. ഇത് കണ്ടില്ല, എവിടെയൊക്കെ ചേച്ചിമാർ ടവൽസ് സോർട്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഇതവിടെ കംപ്ലീറ്റ് ടവൽസിൻ്റെ ഏരിയ ആണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിലുള്ള ടവൽസ്. ഇത് ടവൽസാണ്. ഈ ബണ്ടിലൊക്കെ ഉള്ളത് ടവൽസാണ്. പിന്നെ അത് മൊത്തം ടവൽസിൻ്റെ ഏരിയ ആണ്. പിന്നെ ഇതാ ഇങ്ങനെയുള്ള പ്ലെയിൻ വൈറ്റ് പ്യൂർ കോട്ടൺ. ഇത് കർണാടക, തമിഴ്നാട്, ആന്ധ്ര കസ്റ്റമർ അവങ്ങൾക്കെല്ലാം ഇത് நிறைய പോകും. കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, ഏടപ്പുള്ള തോർത്താണ്. വൈറ്റ് വന്ന് പ്രിന്റ് കളർ കാവിയിൽ തന്നെ കുറച്ചും കൂടി ലൈറ്റ് കാവിയിലുള്ള. പിന്നെ ഇതാ മഞ്ഞ ലുങ്കി, മഞ്ഞ കളറിൽ വരുന്നത് ഇതുണ്ടോ. പിന്നെ ഇതൊക്കെ ടവൽസിൽ வந்து இந்த மாதிரி கலர் பிரிண்ட் இருக்கு, ஒயிட் பிரிண்ட் இருக்கு. അതെ கலர்ல பிரிண்ட், ஒயிட்ல பிரிண்ட் இது போகுது. പിന്നെ ഇതാ ഷാൾ ഷാൾ, അതായത് പാർട്ടി ഷോളിന്റെ ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്, മൊത്തം പാർട്ടി ഷോളാണ്. ഇനി നമുക്ക് ഈ റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. എവിടേക്കാ വെക്കാൻ സ്ഥലമില്ലായിട്ട് ഇതാ നടക്കാൻ പോലും സ്പേസ് ഇല്ല. കണ്ടോ, ഇതൊരാൾക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ, അത്രയും സ്റ്റോക്സ് ആണ്. അത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ലുങ്കികളാണ്. കാവി ലുങ്കിന്റെ ഒരു ഇത് തോർത്താണ്. ഇത് തോർത്താണ്, ഷോളാണ്. ടെമ്പിൾ, അതായത് അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷോളുകളാണ്. പല കളറിലുള്ള ഷോള്. കാവി ഉണ്ട്, ലൈറ്റ് കാവി ഉണ്ട്, പിന്നെ മഞ്ഞ കളർ വരുന്നുണ്ട്, ചിക്കു കളർ വരുന്നുണ്ട്, ബ്ലൂ, എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കാവിൻ്റെ ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. ഇത് മൊത്തം കാവി ലുങ്കികളാണ്. അതായത് നമുക്ക് ഇതിലേ പോവാം. ഇത് കണ്ടോ, ഇതൊക്കെ കാവി ലുങ്കിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ്. ഇത് കാവിയിൽ ഒരു കരയും മാറുന്നുണ്ട് കേട്ടോ. ഇതൊരു കരയാണ്. പിന്നെ ഇത് വേറൊരു കരയാണ്. ഇതൊക്കെ കാവി ലുങ്കിൻ്റെ വെറൈറ്റീസാണ്. പിന്നെ യെല്ലോ ടൈപ്പ് കളറ്, ഇതൊക്കെ കാവിയിൽ വേറൊരു ടൈപ്പ് കളറ്. കണ്ടോ, കാവിയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെത്തി. ഇത്രയും ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട്. ലുങ്കീൻ്റെ ഒരുപാട് വെറൈറ്റീസ്. കണ്ടോ, നമ്മളിവരുടെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് എടുത്ത 99% കസ്റ്റമേഴ്സും ഹാപ്പിയാണല്ലോ, സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ റിപ്പീറ്റ് വന്നത്. ഇത് അയ്യപ്പ സ്വാമി ഇരുമുടി സെഞ്ചി അയ്യപ്പ സീസൺ എല്ലാമേ നമ്മ പ്രൊഡക്ഷൻ പண்றது. മഴ സീസണൊക്കെ നല്ല പോകും. ഇത് കണ്ടോ, ഈ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് താഴത്തേക്ക് പോവാം. இது பார்த்தீங்கன்னா இது காட்டனுங்க. காட்டனில் வந்து இந்த மாதிரி பேட்டு போட்டது, പ്യൂർ കോട്ടൺ ആണല്ലേ? ഓക്കെ, ഇതിങ്ങനെ ചെറിയ ലൈൻസ് வந்து ஒரு 10 கலர் வரும் சார். ഇതിൽ 10 കളർ வரும். ஒரு பாக்கெட்டுக்கு 5 பீஸ் பேக் பண்ணியிருக்கோம். ഇത് 5 പീസാണ് ഒരു പാക്കറ്റിൽ വരുന്നത് കേട്ടോ. ഇതിൽ 5 കളേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ 10 കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ കര കുറച്ചുകൂടി വീതിയുള്ള ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കര, കീഴിൽ வந்து ബ്ലാക്ക് പേട്ട് പോട്ടത്. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് അടിക്കര വരുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി ലുങ്കിയാണ്. ലുങ്കിന്റെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ഉണ്ട്. ഇത് ഡാർക്ക് കളർ, ഇത് ഒരു പേട്ട് പോട്ടത്. ഡാർക്ക് കളർ. ഇത് 10 പീസ് ആയിരുന്നു. ഇത് 10 പീസ്, 5 പീസ് പാക്കറ്റ്. ഇങ്ങനെ 5 കളർ വരും കേട്ടോ. ഇത് பார்த்தீங்கன்னா ലൈൻസ്, സ്പൈഡർ എന്ന് പറയുന്ന ലേബിൾ. സ്പൈഡർ അല്ലേ? സ്പൈഡർ ലേബലിൽ വരുന്ന വൈറ്റ് വീതിക്കരയിൽ ലൈൻസ് വരുന്നതാണ്. കണ്ടോ, അടിക്കരയും ഇങ്ങനെ ലൈൻസ് വരും. വൈറ്റിൽ കള്ളി പോട്ടത്. ഇത് വൈറ്റിൽ കള്ളി. ഇത് കണ്ടോ, ഇത് ഗ്രേ മുണ്ട് സെപ്പറേറ്റാக കേൾക്കുறாங்க. ഗ്രേ മുണ്ട് இருக்குது. ഇതാ ഗ്രേയിൽ വരുന്ന ഐറ്റം. ലുങ്കിയിൽ ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാവിയിൽ കണ്ടില്ല, ഒരുപാട് സാമ്പിൾസ് ഉണ്ട്. പിന്നെ ഇത് അങ്ങനെയുള്ള ക്രീം കളർ ഉണ്ട്. ക്രീം കളർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. സിംഗിൾ ഇത് 2 മീറ്റർ അല്ലേ? 2 മീറ്റർ സാർ. 2 മീറ്റർ. പിന്നെ ഇത് അങ്ങനെയുള്ള ടവൽസ് ഏതൊക്കെ വെറൈറ്റിയാണ് വരുന്നത്? ടവൽസ് കാണിച്ചു തരാங்க. ഇതിൽ இருக்கு. ഓക്കെ. ടവൽസ് வந்து വൈറ്റ് ടവൽസ്ங்க. വൈറ്റിൽ வந்து இந்த மாதிரி ஜரி போட்டது. ഇത് വൈറ്റിൽ ജെറി വരുന്നതായിട്ട് അല്ലേ? ഇത് കുറച്ചുകൂടി കോട്ടൺ ആണ് അല്ലേ? ഇത് പ്യൂർ കോട്ടൺ. കുറച്ചുകൂടി നൈസ് ക്ലോത്ത് ആണ്. കണ്ടോ, നല്ല ലൈറ്റാണ്. അങ്ങനെ ഗോൾഡൻ
அதில் கலர் கரையும் இருக்குங்க, ஒயிட் இருக்குது, கலர் கரையும் இருக்குது. ഇതിൽ കളറും വരുന്നുണ്ട്. கோல்டு கலர் இல்லாமல் கலர் கரையும் இருக்குது. இது பார்த்தீங்கன்னா இது ஒரு மெட்டீரியல் ஹனிகோம். ഹണി കോംബ് അല്ലേ? ഹണി കോമ്പിൽ വരുന്ന ടവല് കണ്ടോ? പിന്നെ വേറൊരു ഐറ്റം നൈസ് ജെറി ടവലുங்க. ഇത് ജെറിയാണല്ലേ? ഓക്കെ ഓക്കെ. ഇത് ജെറിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം വരുന്നുണ്ട് അല്ലേ? ഇത് കണ്ടോ, ഇത് വേറൊരു ഐറ്റം. ഇതൊക്കെ സോഫ്റ്റ് മെറ്റീരിയലാണ്. വൈറ്റിലെ വന്ന് ഫസ്റ്റ് ക്വാളിറ്റി പ്രിന്റ്. വൈറ്റിൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രിന്റ്. ഇത് കണ്ടോ, ജസ്റ്റ് ക്ലോത്ത് എടുത്ത് കാണിച്ചു തരാം. ഇത് പ്ലെയിൻ കളർ ഹെവി മെറ്റീരിയൽ. ഇതില്ലേ ഇതില്ലേ ഇത് പ്ലെയിൻ കളർ ഹെവി മെറ്റീരിയൽ. ഇത് വന്ന് ഹൈ ലുക്കാக இருக்கும். ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ടവലാണ് കണ്ടോ. ഇതൊക്കെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്കിത് അടുത്ത ഐറ്റം കാണാം. ഇതൊക്കെ ടവൽസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ്. ഇത് വന്ന് ഗട്ടി ടവൽസ്, നല്ല തിക്നെസ്സാக இருக்கும். മുറുക്ക് നൂല്. എങ്ങനെ? മുറുക്ക് നൂൽ എന്ന് പറയും. മുറുക്ക് നൂല്. നല്ല ഹെവി മെറ്റീരിയൽ ഇത്. ഓക്കെ ഓക്കെ. ഇത് സൈസ് വന്ന് 36-72. 36-72. நல்ல வள்ளிய சைஸ் காணிச்சு தரேன் பாருங்க. இது ஒரு ஆள் வந்து ஒரு புதப்பு சைஸ் மாதிரி வரும். ഓക്കെ ഓക്കെ. അതൊക്കെ വലിയ ടവലാണ്. അതൊക്കെ ഉണ്ടാവും. പ്യൂർ കോട്ടൺ. പ്യൂർ കോട്ടൺ നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ഉണ്ട്. ഇതൊക്കെ പ്രിന്റിൽ വരുന്ന ഐറ്റം ആണ്. പിന്നെ ആ ഭാഗത്തേക്ക് കളറിൽ വരുന്ന ഐറ്റംസ് ഉണ്ട്. കളറിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ഉണ്ട്. വേറൊരു ഐറ്റം ലൈറ്റ് വെയിറ്റ് പ്യൂർ കോട്ടൺ ആണല്ലേ? ഓക്കെ. ഇതാണ് ഐറ്റം. ഇത് വെയിറ്റും കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ആമാ സർ. ക്വാളിറ്റി വൈസ് പ്രൈസ് ഡിഫറൻസ് ആവും. ഇത് സൗന്ദര്യാന്ന് ഒരു മെറ്റീരിയൽ. സൗന്ദര്യ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്ന ടവൽ മോഡൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതാ ടവൽസിൽ തന്നെ വേറൊരു ഐറ്റം. ഇത് ചെക്സ് കൂൾ കോട്ടണിൽ വരുന്ന ഇത് കണ്ടോ. പിന്നെ ഇതാ വേറെ അടിയിലേക്ക് വന്ന് ഇവിടെ ഡാർക്ക് കളറാ. ഇത് കുറച്ചുകൂടി ഒരു അടുപ്പുള്ള തുണിയാണ്. ഇത് കണ്ടോ, പ്ലെയിനിൽ തന്നെ, വേറെ ഇതൊന്നുമില്ല. ഇതുപോലെ ആ ഒരു എഫക്റ്റ് ഇതിനില്ല. പ്ലെയിൻ ആയിട്ട് വരുന്ന ടവലാണ്. ഇത് വേറെ നല്ലൊരു ടവലാണ്. ടവൽസ് തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മളൊന്നും കണ്ടല്ലോ അല്ലേ? ഫ്രണ്ടിൽ മുന്നാടി ഇതൊക്കെ വലിയ സൈസാണോ? ഇതൊക്കെ സൈസ് വരുന്നത്? വലിയ സൈസ് ആണല്ലേ? സൈസ് 30-60 പക്ക. ഇത് അതേമാതിരി பார்த்தீங்கன்னா 30-60. ഓക്കെ. ഇത് வந்து നൈസ് മെറ്റീരിയൽ, ഇത് തിക്നെസ് മെറ്റീരിയൽ. ഓക്കെ. പിന്നെ ലുങ്കിയിൽ തന്നെ നമ്മൾ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാ ഇങ്ങനെയുള്ള പ്ലെയിൻ ലുങ്കികളുടെ. ലുങ്കിയിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് ഉണ്ട്. കണ്ടോ, കദർ ടൈപ്പ് ലൈറ്റ് കളർ. ഇത് പ്ലെയിനിൽ വരുന്ന കദർ ടൈപ്പിൽ വരുന്ന ഐറ്റം. കളേഴ്സ് பார்த்தீங்கன்னா കളേഴ്സ് ഇருக்கு. ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ ടവൽസിൽ തന്നെ പ്ലെയിനിൽ വരുന്ന ടവൽസാണ്. അടിയിലേക്കൊക്കെ പല വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ഉണ്ട്. ഇതൊക്കെ കദറിൻ്റെ ടൈപ്പിൽ വരുന്ന പ്ലെയിൻ ലുങ്കീസ് ആണല്ലേ? ഇതൊക്കെ നല്ല ലുങ്കികളാണ്, നല്ല ഐറ്റംസ് ആണ്. ഇതില്ലേ ലൈൻസിൽ വരുന്ന ഐറ്റം. ഓക്കെ ഓക്കെ. ലൈറ്റ് ഷെയ്ഡില്ലേ? പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഡാർക്കിൽ വരുന്ന നല്ല പാറ്റേൺസ് ലുങ്കികൾ. ഡാർക്ക്, പിന്നെ ഡാർക്കിൽ തന്നെ വേറെ പ്ലെയിനിൽ വരുന്നത്. ഇത് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്ലെയിനാണ്, ഇതും പ്ലെയിനാണ്. ലുങ്കിയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ട് ലൈറ്റ് ഉണ്ട്. അടിയിലേക്കൊക്കെ പല പാറ്റേൺസ് ഉണ്ട്.